ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണം തള്ളി ദേവസ്വം മന്ത്രി K മുരളീധരൻ. ആദ്യം ചോദ്യം ചെയ്തത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ അറസ്റ്റ്. കോൺഗ്രസ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ഇഴഞ്ഞു പോകുന്നതിൽ സർക്കാരിന് അസംതൃപ്തി ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഫൈനൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം സർക്കാർ തീരുമാനമെടുക്കും. ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. ഇല്ലെങ്കിൽ സർക്കാർ വിഷയത്തിൽ ഇടപെടും. സർക്കാരിന് ഇനിയും ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല. സർക്കാരിന്റെ അതൃപ്തി കോടതി അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ അറസ്റ്റ് എന്നല്ലാതെ ഒരു ഫൈനൽ കുറ്റപത്രം എന്നാണ് സമർപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷമേ സർക്കാരിന് അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പോൾ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നു. പക്ഷേ ഈ അറസ്റ്റ് കൊണ്ട് മാത്രം ചാർജ് ഷീറ്റ് ആവുന്നില്ല. ചാർജ് ഷീറ്റ് ഫൈനലായിട്ട് കൊടുക്കുമ്പോഴേ സർക്കാരിന് തുടർന്നുള്ള ആക്ഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഏതായാലും സർക്കാർ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഫൈനലായിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. പ്രശാന്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടില്ല. അവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിൽ സർക്കാരിന് അസംതൃപ്തിയുണ്ട്. അത് ഞാൻ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അതൃപ്തി ഏതായാലും ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാവുമെന്നാണ് നോക്കുക. ഈ മാസം കണ്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ അതൃപ്തി സർക്കാർ അറിയിക്കും. സംശയമൊന്നും അക്കാര്യത്തില്ല. ഇതിങ്ങനെ ഇഴഞ്ഞു പോകുന്നത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല.